വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരം നടന്നു. കരുനാഗപ്പള്ളി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി നഗരസഭയിലെ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരം സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ VS നിർവഹിച്ചു. വായനശാലകളുടെ ഭാഗമായി ലൈബ്രറി കൗൺസിൽ നടത്തിവരുന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നിങ്ങൾക്ക് പുസ്തകം വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ള ഒരു അവസരം നഗരസഭ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകത്തെക്കുറിച്ചാണ് നിങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങളുണ്ടാവും. ആ പ്രിയപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് എഴുതുക എന്നത് വലിയൊരു അനുഭവമാണ്. ഇപ്പോൾ പാഠ്യപദ്ധതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ വായനയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. നിങ്ങളെങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്തെല്ലാം വായിക്കുന്നു എന്നറിയാൻ പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു. ഇടക്കുളങ്ങര ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹേഷ് ജയരാജ്, വിനോദ്, ബീന ജോൺസൺ, ശ്രീഹരി എന്നിവർ പങ്കെടുത്തു. ഔട്ട്പുട്ട് ആണെന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് ഈ വായനാ ദിനം നമുക്കറിയാം. ഇപ്പം അന്യം നിന്ന് എന്നെക്കുറിച്ച് എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് മാത്രമേ വായിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ബാക്കിയുള്ള കാലയളവ് PG ഡിഗ്രി കാലയളവും കഴിഞ്ഞ് ജോലി നോക്കിയ സമയത്ത് വായിക്കണമെന്ന് പലപ്പോഴും ചിന്തിച്ചിരുന്നെങ്കിൽ തന്നെയും അത് പലപ്പോഴും നടക്കാറില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിധി നമുക്കറിയാം. വായനയുടെ ആ ഒരു രീതിയൊക്കെ ഇപ്പൊ പലപ്പോഴും മാറി. നമുക്കറിയാം ഓഡിയോ ബുക്സ് ഉണ്ട്, വീഡിയോ ബുക്സ് ഉണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ വഴി ഇപ്പൊ നമുക്ക് മെനക്കെടാൻ ആർക്കും വയ്യല്ല. നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വെൽവേഴ്സ്ഡ് ആണല്ലോ. എന്നാൽ തന്നെയും നേരിട്ട് പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു അനുഭവം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.